അപ്പൊ എന്തായി ഞങ്ങൾ ആദ്യം പറഞ്ഞാണ് ഇക്കൊല്ലത്തെ കപ്പും ഇന്നലെ ഇപ്പൊ ജയിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് കപ്പൊന്നും അല്ല. ഒന്നാമതാരാ? ഒന്നാമത് നിങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത് ഞങ്ങളാണ്. എല്ലാ ടീമിനും കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ആറാറ് മാത്രം ഇറക്കും. പോയിന്റ് ടേബിളിൽ ഒന്നാമത് എത്തിയാലും കപ്പ് തരില്ല. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പലരും വിചാരിച്ചു നിൽക്കണ്ട. ഈ ടീം ഇപ്പൊ എന്തോ ഒരു പോക്കാണ്. ടു ഈസി ഫോർ RCB എല്ലാവരും പറഞ്ഞത്. ഈ IPL അത്ര എളുപ്പമായി കഴിഞ്ഞു ഞങ്ങൾക്ക്. ടീം കോമ്പിനേഷൻ അത്രയും ഏത് സമയത്തും നിങ്ങളുടെ ടീം മൊത്തത്തിൽ പൊട്ടൂല. കാരണം എന്താ അറിയോ, അതിനുള്ള ബാക്കപ്പ് ഒക്കെ ടീമിനുണ്ട്. അതിനുള്ള കോൺഫിഡൻസിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തോ അതിന്റെ മുമ്പത്തെ കൊല്ലത്തോ RCB അല്ല. കഴിഞ്ഞ കൊല്ലത്തെ ഞങ്ങൾ കപ്പടിച്ചു, ഒന്നും കൂടി ബെറ്റർ ആക്കി. അതിന്റെ മുമ്പത്തെ കൊല്ലങ്ങളിലെ പോലെ അല്ല. അതിന്റെ മുമ്പത്തെ കൊല്ലം ബൗളിംഗ് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇല്ലല്ലോ, എവിടെ നെഗറ്റീവ്? എന്ത് നെഗറ്റീവ് കാണാണ്ട് ഒരാൾക്കും പറയാനില്ല. നിങ്ങളെ പറഞ്ഞത് ആ ചെങ്ങായി കേറുണ്ടപ്പോ അവിടെ പോയി ഇരുന്നാ പോരെ, പിന്നെയും വന്നേക്ക അവിടെ വല്ല മുട്ടിക്കുളങ്ങനെ തൈലൊക്കെ ഇട്ടാണെങ്കിൽ ഒഴിഞ്ഞാണെങ്കിൽ വെച്ചാൽ പോരെ. അത് മൂപ്പര് ഡെഡിക്കേഷനാണ്, ടീമിനോടുള്ള ഡെഡിക്കേഷൻ. ഒരു പ്രതിസന്ധി വന്നപ്പോ മൂപ്പര് ഇറങ്ങി, ഒന്നും നോക്കിയില്ല. പക്ഷെ അടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ മൂപ്പരുടെ ആ ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരെണ്ണല്ലേ എത്തുന്നതിന്റെ ഓർമ്മ, ഒന്നോ രണ്ടോ ഏതായാലും അതാരും കൂട്ടൂല. അതാണ്. അതിന് വേറൊരു കളിക്കാരനുണ്ട്, ഏറി പേക്കാണ് മുങ്ങിക്ക. ആര് അറിയില്ല. അത് നിങ്ങള് വെറുതെ ഇറ്റ്മാൻ, അതാ പറഞ്ഞ ഇറ്റ്മാനൊക്കെ കാട്ടിയ പോലെ അവിടെ അങ്ങനല്ലല്ലോ. ഞങ്ങളെ എന്തുണ്ടെങ്കിലും മൂപ്പര് പറഞ്ഞാൽ എന്താ പറയാ, വന്ന് തോൽപ്പിച്ചു. കംബാക്കിന്റെ എന്തുണ്ടെങ്കിലും വരും, കംബാക്കിന്റെ ആളാണ്. ജീവിതം തന്നെ എങ്ങനെയാണ്, എല്ലാരും തീർന്നു വിചാരിച്ചെടുത്തുനിന്ന് മൂപ്പര് ഒരു ഫിനിക്സ് പക്ഷിന്റെ അത് വേറെ. അത് നമ്മള് റെസ്പെക്ട് ചെയ്യുന്ന വിഷയം ആയതുകൊണ്ട് അതിന് നമ്മൾ തൊട്ട് കളിച്ചു. പക്ഷെ ഗ്രൗണ്ട് തീർന്നിക്കണേ. അതാണ് ഇപ്പത്തെ അവസ്ഥ. ഒന്നുമില്ല, ഞങ്ങള് വെറുതെ കോടികൾ മുടക്കിയാണ് ആ മെഗാ ഓപ്ഷനിൽ നിങ്ങൾ കൊടുത്ത കോടികളും ഈ 2 കൊല്ലത്തെ പെർഫോമൻസും കൂടി നിങ്ങൾ ഒന്ന് നോക്കാണി. നിങ്ങൾക്ക് നഷ്ടക്കച്ചവടം മാത്രമല്ലോ കളിച്ചണ്ടേ. കഴിഞ്ഞ കൊല്ലോ ഇതേ ചങ്ങായി എന്തായിരുന്നല്ലോ കളിച്ചിരുന്നത്. എന്നിട്ട് എന്താ കാട്ടി? പ്രത്യേക സാഹചര്യം കൊണ്ട് ഫോം ഔട്ട് ആയതാണേ, അതൊന്നും നോക്കണ്ട. പന്ത് എന്ന് പറഞ്ഞ കാലാകാല സാഹചര്യം പറഞ്ഞിരുന്നോളേ. ഞങ്ങൾക്ക് പ്രതീക്ഷകളുണ്ടല്ലോ. എന്താണ് നിക്കോളാസ് പൂറൻ, അയാളൊക്കെ എന്തെങ്കിലും കളിച്ചു. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യം തോന്നിക്കണേ, മാണ്ടില്ല ഞാൻ കളിച്ചിട്ടില്ല തോന്നി. നിർത്തി പോയിക്കൂടാ മൂപ്പർക്ക്. മൂപ്പര് ഇന്റർനാഷണൽ നിർത്തിയില്ല, ഇതും കഴിഞ്ഞിക്കണേ. അപ്പൊ കഴിഞ്ഞാ നിർത്തണം. പിന്നെ ഷാവേ ഏമാതിരി അടിയാണ്. പട്ടീദാറൊക്കെ ഒരു കളിയില്, അതിന് മുമ്പത്തെ കളിയിലൊക്കെ ഫോമിലാണ്. ഞങ്ങളെ പട്ടീദാറൊക്കെ അമ്മാരി ഫോമിലാണ്. ശരിയാണ്, എല്ലാ കളിയിലും ഫോമിലാവുമ്പോ അടി കിട്ടൽ സ്വാഭാവികമാണ്. ഓറഞ്ച് ക്യാപ്പ് ആരാലില്ല, ആരാലില്ല തെങ്ങിന്റെ തലയില്. മൂന്നാമത് ആരാണ് ആ ലിസ്റ്റിലുള്ളത്? പട്ടീദാറ്. ടോപ്പ് 3 2 RCB-ക്കാരാ. അല്ല, നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തുമ്പോ ഇങ്ങനത്തെ ഓരോ പൊസിഷനിലും പവറാണ് കാണിക്കുന്നത്. വേറെ വേറെ പ്ലെയർ ഓഫ് ദി മാച്ച്, പ്രതീക്ഷകൾ ഒന്നിനൊന്നും മെച്ചം. പ്രതീക്ഷകളുള്ള ഫോമുകളാണ്. മാർച്ച് ഫോമിലെത്തി. മുകുൾ ചൗധരി ഒരു കളിയിലുള്ള വണ്ടറല്ല എന്ന് തെളിയിച്ചു. ഇങ്ങനെയുള്ള കുറെ തെളിയിക്കലുകളാണ് നിങ്ങൾക്ക് വേണ്ടല്ലേ, ജയിക്കലല്ല. അതാണ് നിങ്ങളുടെ കാര്യത്തില്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ ഗോയങ്ങിന്റെ കായ് പോയി.